അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നാളെ നടക്കുന്ന ഖുർആൻ ഹിഫ്ള് തദ്രീബ് തിലാവ പരീക്ഷയുടെ 2, 3, 4, 6 ക്ലാസ്സുകളിലെ എന്തെല്ലാം ചോദ്യങ്ങളാണ് വരിക, ഏതെല്ലാം പാഠങ്ങൾ പഠിക്കണമെന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളുടെ ഭാഗങ്ങൾ മാത്രം കേട്ടാൽ മതിയാവും. ആദ്യമായിട്ട് 2ാം ക്ലാസ്. 2ാം ക്ലാസ്സിൽ ഖുർആനില് ഈ വർഷം പഠിച്ച പാഠഭാഗത്തു നിന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. 4-5 വരികള് ഉസ്താദന്മാര് കുട്ടികളെ കൊണ്ട് ഓതിപ്പിക്കും. നല്ല വൃത്തിയിൽ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് മണിക്കേണ്ട സ്ഥലങ്ങളിൽ മണിച്ചുകൊണ്ട്, നീട്ടേണ്ട സ്ഥലം നീട്ടിക്കൊണ്ട് ഓതുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശദ്ദുള്ള നൂന് മീമ് എവിടെ വന്നാലും കുട്ടികൾ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഹിഫ്ളില് കാണാതെ പഠിക്കേണ്ട സൂറത്ത്: സൂറത്തുൽ ഫാത്തിഹ, പിന്നെ സൂറത്തുൽ മസദ്, തബ്ബത്ത് സൂറത്ത്, സൂറത്ത് ഖുൽഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, നാസ്, അലം തറ, ലിഇലാഫി ഖുറൈശ്, സൂറത്തുൽ മാഊൻ, സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ നസ്ർ. ഇത്രയും സൂറത്തുകളാണ് വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കേണ്ടത്. ഇനി നമുക്ക് 3ാം ക്ലാസ്സില് എന്തെല്ലാം കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് എന്ന് നോക്കാം. 3ാം ക്ലാസ്സിൽ ഖുർആൻ നോക്കി ഓത്ത്. ഇത് ഈ വർഷം നമ്മൾ പഠിച്ച പാഠഭാഗത്തുനിന്ന് 4 വരിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. വിദ്യാർത്ഥികളെ നിയമപ്രകാരം കുട്ടികള് ഉസ്താദന്മാർക്ക് ഓതി കൊടുക്കുക. പിന്നീട് നമ്മൾ ഹിഫ്ളില് പഠിക്കാനുള്ള സൂറത്തുകള് നമുക്കൊന്ന് പരിചയപ്പെടാം. ഹിഫ്ള് പഠിക്കാനുള്ള സൂറത്തുകള് 2ാം ക്ലാസ്സിൽ പഠിച്ച ഹിഫ്ള് സൂറത്തിന് പുറമെ നമുക്ക് പഠിക്കേണ്ട സൂറത്തുകള് സൂറത്തുൽ ഹുമസ, സൂറത്തുൽ അസ്ർ, സൂറത്തുൽ തകാസുർ, പിന്നെ സൂറത്തുൽ ഖാരിയ, പിന്നെ വഹദത്തുൽ ഖാമിസിലെ സൂറത്തുൽ ആദിയാത്ത്, പിന്നീട് വഹദത്ത് സാദിസയിലെ സൂറത്തുൽ സൽസല, വഹദത്തു സാബിയയിലെ സൂറത്തുൽ ഖദർ, സൂറത്തുൽ തീന്, സൂറത്തുൽ ശറഹ്, സൂറത്തുൽ ളുഹ. ഇത്രയും സൂറത്തുകളാണ് കാണാതെ പഠിക്കേണ്ടത്. പിന്നീട് തദ്രീബ് തിലാവ 8th പരീക്ഷയും ഖുർആൻ ഹിഫ്ള് പരീക്ഷയുടെ കൂടെ ഉണ്ടായിരിക്കും. അതിൽ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഖുർആനിലെ ചില പദങ്ങൾ നോക്കി എഴുതാനുണ്ടാകും. പിന്നെ 3ാം ക്ലാസ്സിൽ പഠിച്ച ഹർഫുകള്, ഓരോ പാഠത്തിലും പഠിച്ച ഹർഫുകള് കുട്ടികള് പഠിക്കണം. അത് എഴുതാൻ ചോദിക്കും. പിന്നെ ഒരു ഉദാഹരണം തന്നിട്ട് അതിൽ നിന്ന് ജൗഫിന്റെ അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതുക. അതുപോലെ തന്നെ ലിസാനിന്റെ അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതുക. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. പിന്നെ ഓരോ പാഠത്തിലും കൊടുത്തിരിക്കുന്ന ഖുർആൻ ദുആ കാണാതെ പഠിക്കണം. അത് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 8th പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. നാളത്തെ പരീക്ഷയ്ക്ക് എല്ലാവരും റൈറ്റും വേർഡ് കൊണ്ടുവരണം. 8th പരീക്ഷയും തദ്രീബ് തിലാവയുടെ പരീക്ഷയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് 4ാം ക്ലാസ്സിലെ 4ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഖുർആൻ ഹിഫ്ള് തദ്രീബ് തിലാവ പരീക്ഷയ്ക്ക് എന്തെല്ലാം പഠിക്കണമെന്ന് നോക്കാം. ആദ്യമായി പഠിക്കേണ്ടത് ഖുർആൻ നോക്കി ഓതേണ്ട സൂറത്തുകള്. ഈ വർഷം നമ്മൾ മദ്രസയിലും പഠിച്ച പാഠഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അതിന് പുറമെ ഹിഫ്ള് സൂറത്തുകൾ പഠിക്കാനുള്ളത് കഴിഞ്ഞ വർഷം 2ലും 3ലും പഠിച്ച സൂറത്തിന് പുറമെ സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ അലക്ക്, സൂറത്തുൽ ആല, സൂറത്തുൽ ഓഷിയ, സൂറത്തുൽ ഷംസ്, സൂറത്തുൽ ലൈല്,
ആയത്തുൽ കുർസി, ആമൻ റസൂലുൽ ലവാൻസല്ല. ഇത്രയും സൂറത്തുകളാണ് കാണാതെ പഠിക്കേണ്ടത്. പിന്നീട് തദ്രീബ് തിലാവയുടെ എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും. അതിൽ ഓരോ പാഠത്തിലെയും അക്ഷരങ്ങൾ, ഇദ്ഗാറിന്റെ അക്ഷരങ്ങള്, അതുപോലെ തന്നെ ഇസ്തിലാന്റെ അക്ഷരങ്ങൾ, ഓരോ അക്ഷരങ്ങളും പ്രത്യേകം പഠിക്കുക. പിന്നെ ഒരു ഉദാഹരണം തന്നിട്ട് അതിൽ നിന്ന് ഇദ്ഗാറിന്റെ അക്ഷരങ്ങൾ എടുത്തെഴുതുക, ഇസ്തിലാന്റെ അക്ഷരങ്ങൾ എടുത്തെഴുതുക. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. പിന്നെ ഓരോ പാഠത്തിലും പഠിച്ച ഖുർആൻ ദുആ കുട്ടികൾ കാണാതെ പഠിക്കണം. പരീക്ഷയ്ക്ക് അത് ഉണ്ടായിരിക്കുന്നതാണ്. ഈ രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. ഖുർആൻ ദുആ പ്രത്യേകം പഠിക്കണം, അത് മറന്നു പോകരുത്. ഓരോ പാഠത്തിലും ഉള്ള ദുആകൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് 6ാം ക്ലാസ്സിൽ ഖുർആന് ഹിഫ്ള് പരീക്ഷയാണ്. തദ്രീബ് തിലാവ പരീക്ഷ അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് പഠിക്കേണ്ട ഭാഗങ്ങള് നമുക്ക് പരിചയപ്പെടാം. 6ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഖുർആനില് ഈ വർഷം അവർ പഠിച്ച പാഠഭാഗത്ത് 4 വരി കുട്ടികളെ കൊണ്ട് ഓതിപ്പിക്കും. അത് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നല്ല വൃത്തിയിൽ ഓതി കൊടുക്കുക. പിന്നീട് ഹിഫ്ള് സൂറത്തുകള്, സൂറത്ത് മുൽക്ക്, സൂറത്ത് യാസീനിലെ 40ാം ആയത്ത് വരെയാണ് ഉണ്ടാവുക. സൂറത്ത് മുൽക്ക്, സൂറത്ത് യാസീനില്, സൂറത്ത് യാസീന്, സൂറത്തുൽ മുൽക്ക്, ഈ 2 സൂറത്തുകളും അവർക്ക് മുഴുവനായിട്ട് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. സൂറത്ത് യാസീന് കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിന്റെ ആവർത്തനവും പിന്നെ സൂറത്തുൽ മുൽക്ക് മുഴുവനും, സൂറത്തുൽ മുൽക്കും യാസീനും മുഴുവനായിട്ട് കാണാതെ പഠിക്കേണ്ടതാണ്. എല്ലാവർക്കും നാളെ നടക്കുന്ന പരീക്ഷയ്ക്ക് ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.